വിജയ് തൽക്കാലം മന്ത്രിസഭ രൂപീകരിക്കില്ല. തമിഴ് രാഷ്ട്രീയത്തിൽ കേവല ഭൂരിപക്ഷം ഒരു മുന്നണിക്കുമില്ല. വിജയ്ക്ക് 113 പേരുടെ പിന്തുണ ഇപ്പോൾ ഉണ്ട്. വിജയ് നേടിയെടുത്തത് 108 പേര് MLA-മാരെയാണ്. ഭൂരിപക്ഷം തികയാതെ വന്നപ്പോൾ കോൺഗ്രസ് അവരുടെ 5 സീറ്റ് വിജയ്ക്ക് അവരെ നീട്ടിക്കൊടുത്തു. അപ്പോൾ 113 പേരുടെ പിന്തുണയായി. 113 പേരുടെ പിന്തുണയുമായി വിജയ് ഗവർണറെ കണ്ടപ്പോൾ 118 പേരെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം. കേവല ഭൂരിപക്ഷമുണ്ടെന്ന് തെളിയിക്കണം. എങ്കിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന ആളെ ഗവർണർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കും. പക്ഷേ കേവല ഭൂരിപക്ഷമില്ല എന്ന പുതിയ വാദഗതി വന്നിട്ടുണ്ട്. അത് ഭൂരിപക്ഷമില്ല. അങ്ങനെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കരസ്ഥമാക്കിയ ആളെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കും. ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 6 മാസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണം. ഇവിടെ ഇപ്പം കേവല ഭൂരിപക്ഷത്തിൻ്റെ 118 പേരുടെയും ലിസ്റ്റ് ഒപ്പിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുകയുള്ളൂ എന്നാണ് അർലേക്കർ ഗവർണറുടെ പിടിവാശി. ഏതായാലും 2 പ്രാവശ്യം അദ്ദേഹത്തിനെ പോയി കണ്ടിട്ടും അദ്ദേഹം ക്ഷണിച്ചില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലിട്ട് വിജയ് നീങ്ങിയതായിട്ടാണ് വരുന്നത്. വിജയ്ക്ക് കോൺഗ്രസ് നിരുപാധികം പിന്തുണ കൊടുത്തു. എങ്കിലും 118-ലെത്തിയില്ല. അതേസമയത്ത് അണ്ണാ DMK അതുപോലെ തന്നെ DMKയും അവർ ഓപ്പണായിട്ട് വിജയെ സപ്പോർട്ട് ചെയ്യാൻ തൽക്കാലം തയ്യാറല്ല. DMK മുന്നണിക്ക് 68 പേരുണ്ട്. സ്റ്റാലിന് അവർക്ക് ആ പാർട്ടിക്ക് DMKക്ക് 59, മുസ്ലിം ലീഗിന് 2, CPIക്ക് 2, CPM-ന് 2, VCKക്ക് 2, DMDKക്ക് 1. അങ്ങനെ 9 സീറ്റ് 59, 9, 68. അപ്പോൾ അവർക്കൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയില്ല. അതുപോലെ NDA മുന്നണി AIADMKക്ക് 47 ഉണ്ട്, PMKക്ക് 4, BJP 1, AMMKക്ക് 1. അപ്പോൾ അവർക്ക് 6 സീറ്റ് ചെറിയ കക്ഷികൾക്കും AIADMKക്ക് 47 സീറ്റ് കൂടെ വന്നു, 53. ഇതിൽ വിജയ് തൻ്റെ MLA-മാരെയെല്ലാം അവർ ഹോട്ടലിലേക്ക് മാറ്റി. അതുപോലെ തന്നെ അണ്ണാ DMKയിലെ പകുതി പേർക്ക് വിജയുമായിട്ട് അലയൻസിലോട്ട് പോകണമെന്നുണ്ട്. എങ്കിലും അവരുടെ കുറേ MLA-മാരെ അവർ ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. DMK മുന്നണി ഓപ്പണായിട്ട് സപ്പോർട്ട് കൊടുത്താൽ വിജയ്ക്ക് ഭരിക്കാം. 6 മാസത്തെ ഭരണം നോക്കിയിട്ട് വേണമെങ്കിൽ പിൻവലിക്കാം. അതുപോലെ AIADMK പിളർന്ന് അതിൽ 3-ൽ 2 പേര് പിളർന്നു വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ഭരണകക്ഷി ചേരാം, വിജയമായിട്ട് ചേരാം, മന്ത്രിസ്ഥാനം പങ്കിടുകയും ചെയ്യാം. പക്ഷേ DMK അവരുടെ തീരുമാനം കടുപ്പിച്ചു. അവിടുന്ന് ആരെയും കിട്ടില്ല എന്നുറപ്പായി. അതുപോലെ തന്നെ AIADMKയും അതിലെ ചില ആൾക്കാർ മാറാൻ തയ്യാറായിരുന്നു, ഡിഫെക്റ്റ് ചെയ്യാൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് അവരുടെ MLA സ്ഥാനം പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. പൊതുവേ ഒരു സ്റ്റെയിൽമേറ്റ് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വിജയ് ഏതായാലും 2ാമത്തെ പ്രാവശ്യം ഗവർണറെ കണ്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കാത്തത് കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് വാർത്ത വരുന്നത്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ വിജയ്ക്ക് എതിരായിട്ടും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയില്ല, അദ്ദേഹം അധികം സംസാരിക്കത്തില്ല, അധികം തുറക്കില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തേക്ക് വരുന്നു. DMKയുടെ നിർദ്ദേശം അവർ പറഞ്ഞു സൗജന്യ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു. കുടുംബനാഥന്
1000 രൂപ വെച്ച് കൊടുക്കുമെന്നും അതൊക്കെ നടപ്പാക്കുക, അതുപോലെ തന്നെ വിജയ് പറഞ്ഞ കാര്യങ്ങൾ, കല്യാണ സമയത്ത് അല്പം സ്വർണം, അങ്ങനെ 2500 രൂപ സ്ത്രീകൾക്ക് കൊടുക്കും, പുരുഷന്മാർക്ക് 1000 രൂപ കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്രായോഗികമായിട്ട് നടക്കുമോ ഇല്ലയോ എന്ന് വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ അവരെ പിന്തുണയ്ക്കാനായിട്ട് തുടർന്ന് പിന്തുണയ്ക്കാൻ കഴിയുള്ളൂ എന്ന് സ്റ്റാലിൻ DMKയുടെ നേതാവ് പറയുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മറ്റ് 2 മുന്നണികളും, കാരണം NDAയും അതുപോലെ തന്നെ DMKയും അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കേവല ഭൂരിപക്ഷത്തേക്ക് ഗവർണർ ഉറച്ചു നിന്നാൽ 113 തന്നെ നിൽക്കും, അല്ലെങ്കിൽ 108 തന്നെ വിജയ് നിൽക്കും. ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താണ് പോകാൻ വഴി? പിന്നെ പ്രസിഡന്റ് ഭരണം. 6 മാസത്തെ പ്രസിഡന്റ് ഭരണ ശേഷം വീണ്ടും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യണം. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 3 മുന്നണിക്കും കേവല ഭൂരിപക്ഷം രേഖപ്പെടുത്തി ഭരണത്തിലേക്ക് വരാൻ കഴിയില്ലാത്ത സാഹചര്യത്തിൽ ഗവർണർ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നീട് ആർക്കും ഭൂരിപക്ഷമില്ല വീണ്ടും ഇലക്ഷൻ നടത്താനല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഇലക്ഷൻ വീണ്ടും നടത്തി ഭൂരിപക്ഷം വരുന്ന ആളെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഉള്ള ശ്രമമായിരിക്കണം. തമിഴ്നാട്ടിലെ ആകെ ഒരു സീറ്റേ ഉള്ളൂ BJPക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കാര്യമായ ഒരു ചലനം അവിടെ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. ഗവർണറെ ആ വാദഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ആരും അവിടെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമെന്ന് തോന്നുന്നില്ല. സുപ്രീം കോടതിയിൽ മാറ്റർ എത്തിയിട്ടുണ്ട്. അത് വെയിറ്റ് ചെയ്യുകയാണ് വിജയ് 2ാമത്തെ പ്രാവശ്യം ഗവർണറെ കണ്ട ശേഷം മടങ്ങി സ്വസ്ഥമായി വീട്ടിൽ പോയി ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്.